എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ബ്യൂട്ടീഷ്യൻ വന്ന ശ്രീദേവിനെ ഒരുക്കുകയാണ്. ഒരുക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആഭരണങ്ങളൊന്നും അണിയിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം സ്ത്രീകൾക്കറിയാം ആഭരണങ്ങളൊക്കെ അണിയിക്കാനായിട്ട് ഒരു പക്ഷേ ബ്യൂട്ടീഷ്യൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ കള്ളത്തരങ്ങളൊക്കെ വെളിയിലാകും. എല്ലാം അണിഞ്ഞിരിക്കുന്ന മുക്കുമണ്ടങ്ങളാന്നുള്ള സത്യമൊക്കെ പുറത്തു വരും. അതുകൊണ്ട് അവസാനം ശ്രീദേവിയെ വിളിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു, മോളെ നീ ഇത് അണിയാൻ പറയണം. ശ്രീദേവിക്ക് ആകപ്പാടെ വിഷമമായിപ്പോയി. ശ്രീദേവി പറഞ്ഞു, എനിക്കറിയാമേ, അമ്മ ഇത്രമാത്രം ഇപ്പൊ ഈ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടി ടെൻഷനായിട്ടാ ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് കയറുന്നേ. ചങ്കിനകത്തൊരു തീയുമായിട്ടാ ചെന്ന് കയറുന്നേ. അറിയാലോ, ഈ കള്ളത്തരങ്ങളൊക്കെ അവരെങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. മോളെ അങ്ങനെയൊന്നും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. അമ്മയ്ക്ക് ഇതൊക്കെ പറയാം, പക്ഷെ എനിക്ക് അതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. നാളെ ഒരു പക്ഷേങ്കിൽ അവര് സ്വർണ്ണമൊക്കെ ഇനിയിപ്പോ വെയിറ്റ് നോക്കണമെന്നോ അല്ലെങ്കിൽ എന്തേലും കാര്യത്തിൽ എന്തേലും ഒരു ആവശ്യം വന്ന് പണയം വെക്കേണ്ടി വരുമോ, അങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല മോളെ. ഞാൻ പറഞ്ഞല്ലോ, മോൾ ഈ സ്വർണം അതിന് ശേഷം ലോക്കറി വെക്കാനെന്നും പറഞ്ഞ് മേടിച്ചോണ്ട് വന്നാൽ മതി. നമുക്കല്ലേ അറിയത്തുള്ളൂ. ഞാനിത് എവിടെയെവിടെയും എടുത്ത് സൂക്ഷിച്ചു വെച്ചോളാം. പിന്നീട് മോൾക്കൊരാവശ്യങ്ങൾ വരുമ്പോൾ എടുത്ത് തരാന്ന് പറയണം. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ശ്രീദേവിയുടെ മൈൻഡില് ആ ടെൻഷൻ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. ശ്രീദേവിക്ക് അറിയാം എത്ര വലിയ ചതി ചെയ്താ അങ്ങോട്ടേക്ക് വലതുകാലം വെച്ച് കയറാൻ പോണേന്ന്. അവിടെ ചെന്ന് നന്നായിട്ട് അഭിനയിക്കേണ്ടതായിട്ട് വരും എല്ലാവരുടെ മുന്നിൽ. അങ്ങനെ അവസാനം കള്ളത്തരങ്ങളൊക്കെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്റെ ജീവിതം തകർന്നു തന്നെ. അതൊക്കെ ഓർത്തപ്പോൾ വല്ലാത്തൊരു വിഷമായിരുന്നു ശ്രീദേവിയുടെ ഉള്ളില്. ആ സമയം മീനാക്ഷിയും മിത്രയും കൂടെ കൂട്ടിയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് വരുവാണ്. ആര്യനും ആകാശം കൂടെ കൂട്ട്. ഈ സമയത്ത് വരുന്ന വഴിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു മീനാക്ഷിക്കും മിത്രയ്ക്കും. അവിടെ ആരെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞു ചോദിക്കാം. ഇതുവരെയായിട്ടും ഒന്നും അറിഞ്ഞിട്ടില്ല, പക്ഷേ എങ്കിൽ നിങ്ങളെ കാണാതെ അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ഗോമതി അങ്ങ് വരുവാണ്. അല്ല, നിങ്ങൾ രണ്ടും ഇത് എവിടെ പോയതാരും ചോദിക്കുക. ഞങ്ങള് ഇവിടെ ഉണ്ടായിരുന്നു. ഇത്ര സമയമായിട്ട് രണ്ടുപേരും ഒരുങ്ങിയില്ലേ? ഞാൻ കരുതി നിങ്ങൾ റെഡിയായി കാണുന്നത്. എത്ര സമയം? ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ മുഹൂർത്തത്തിന്. ഈ സമയം കൂടെ നിങ്ങൾ റെഡിയാവോ? ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും എന്നും പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരും ചീത്ത പറയണം. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, അതെ ഇപ്പൊ തന്നെ ഞാൻ റെഡിയായിട്ട് വരാമെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി മിത്ര അകത്തേക്ക് കയറിപ്പോയി. മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ശ്വാസം നേരെ വീണേ. ഒരു പക്ഷേങ്കിൽ അവന്മാരെന്തെങ്കിലും ചെയ്തായിരുന്നെങ്കിലോ. ആ സമയം മിത്ര പറഞ്ഞു, ഭാഗ്യം കൊണ്ടൊന്നും പറ്റില്ലോ ചേച്ചി, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാവാന്ന് പറയണം. അങ്ങനെ അവര് റെഡിയാവുകയാണ്. റെഡിയായി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ആര്യനെ അങ്ങോട്ടേക്ക് വരുവാണ്. ആര്യം വന്നിട്ട് പറഞ്ഞു, ഇതുവരെയായിട്ടും കഴിഞ്ഞില്ലേന്ന് ചോദിക്കുക. ഇപ്പൊ തന്നെ വരാന്ന് പറയണം. ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയെന്ന് പറയണം. അപ്പം വിളിച്ച ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പൊ അവരെയൊക്കെ ക്ഷണിച്ച് അകത്തേക്ക് ഇരുത്തണമല്ലോ. അപ്പൊ ബാലനും ഗോമതിയും അതിൻ്റെതായ തിരക്കുകളിലായിരുന്നു. ഈ സമയത്ത് ശ്രീദേവിക്കാണെങ്കിൽ നെഞ്ചി പടപട ഒരു ഇടിപ്പാ. ദൈവമേ, ഒരു ആപത്തും കൂടാതെ ഈ കല്യാണമൊക്കെ മംഗളകരമായിട്ട് നടന്നാൽ മതി. ഇനിയിപ്പോ പലിശയ്ക്ക് പൈസ മേടിച്ചവർ ആരെങ്കിലും ഇനി ഇങ്ങോട്ടേക്ക് വരുമോ? അവർ വന്ന് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെ കല്യാണം മുടങ്ങും. അവന്മാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെ പണി വാളുക തന്നെ ചെയ്യും. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞവരുടെ സമാധാനമുള്ളൂ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ടെൻഷനാ. ആ സമയം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മോളെ അതൊന്നും ഓർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട. എന്തിനാ വിഷമിക്കണേ? ധൈര്യമായിട്ടിരിക്കോ, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും എനിക്ക് നല്ല പേടിയുണ്ടമ്മേ. ആരെങ്കിലും വന്ന് എന്തേലും പറഞ്ഞ് കല്യാണം മുടങ്ങിയ ഇതിൽ പരം ഒരു നാണക്കേട് വേറെയില്ല. അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ലായിരിക്കും കാര്യങ്ങൾ. കാരണം നമ്മൾ വലിയ വഞ്ചന തന്നെ ഇവരോട് ചെയ്തിരിക്കുന്നത്. വഞ്ചനാ കുറ്റത്തിന് എങ്ങാനും ഇവര് കേസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അകത്ത് പോയി കിടക്കുമെന്ന് പറയാം. ദൈവമേ, നീ കരുനാക്ക് വളച്ച് അങ്ങനെയൊന്നും പറയില്ല ശ്രീദേവി എന്നൊക്കെ പറഞ്ഞൊരു ശ്രീദേവിനെ ചീത്ത പറയാണ്. പിന്നീട് റെഡിയായതിനു ശേഷം മീനാക്ഷി അങ്ങോട്ടേക്ക് വരുക. മീനാക്ഷിയോട് ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാണ്. ഒപ്പം ഓരോരുത്തർ വരുന്ന അവരെ സ്വീകരിക്കണം. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇരുന്നു. മിത്രയ്ക്കാണെങ്കിൽ ബന്ധുക്കാരും ഒക്കെ നന്നായിട്ട് അറിയാലോ. ബന്ധുക്കാര് ഗോമതിയുടെ ബന്ധുക്കാരും മിത്രയുടെ കൂടെ ബന്ധുക്കാരാണല്ലോ. അപ്പൊ അവരൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും മിത്ര അവരുടെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. പിന്നീട് മിത്രയോടും വന്ന് അവർ വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. അല്ല, വീട്ടിൽ നിന്ന് ആരും വന്നില്ല മോളെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു, അത് പിന്നെ ആന്റിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ അവരൊന്നും വരത്തില്ല എന്നൊക്കെ പറയണം. സാരമില്ല മോളെ, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ചിലരൊക്കെ കുത്തും കോളും വെച്ച് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മിത്ര ഒന്നും മൈൻഡ് ആക്കുന്നില്ല. ഈ സമയത്ത് ഗോമതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അല്ല പെണ്ണിന് വെക്കാനുള്ള പൂവും കാര്യങ്ങളൊക്കെ അതിപ്പൊ തന്നെ എടുത്തു തരാന്ന് പറഞ്ഞിട്ട് മിത്ര അങ്ങോട്ട് ഓടിക്കേറി പോവാണ്. പിന്നീട് മിത്ര പൂവൊക്കെ കൊണ്ടുവന്ന് കൂടെ കൊടുക്കുകയാണ്. ഈ സമയം ആര്യം മിത്രയെ ശ്രദ്ധിച്ചു. പാവം കുറെ സമയം ഈ ഓട്ടവും പാച്ചിലും തുടങ്ങിയിട്ട്. രാത്രിയിലാണെങ്കിലോ ആ ഗുണ്ടകളുടെ പിടിയിലുമായിരുന്നു. ഒരു പക്ഷേങ്കിൽ ഉറങ്ങിയിട്ടും കൂടെ കാണത്തില്ല ശരിക്കും ഒന്ന്. അതൊക്കെ ഓർത്ത് ഞാൻ വല്ലാത്തൊരു ടെൻഷനാ. ഇപ്പൊ ഈ സമയത്ത് അവൾക്ക് നല്ല
ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അവൾ നല്ല ക്ഷീണത ഞാൻ തോന്നേ. പെട്ടെന്ന് ആരിനെ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, അതെ നീ ഇങ്ങോട്ട് വരാൻ പറയണം എന്ന് പറഞ്ഞ് മിത്രയുടെ കൈ പിടിച്ച് അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോവാണ്. എന്താ ആര്യ, എന്താ കാര്യം എന്താന്ന് ചോദിക്കും. നീ ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ ഇച്ചിരി സമയം ഇരിക്കാൻ പറയണം. നിനക്ക് ഞാൻ ജ്യൂസ് എന്തെങ്കിലും എടുത്തോണ്ട് തരാമെന്ന് പറഞ്ഞ് ജ്യൂസ് എടുത്തോണ്ട് വരുവാണ്. ഇതെന്തിനാ ആര്യ ഇപ്പൊ ഇത് കുടിച്ചേ, നിന്റെ മുഖം കണ്ടറിയാം നല്ല ക്ഷീണമുണ്ട്, എത്ര സമയം നീ ഓട്ടവും പാച്ചിലും തുടങ്ങിയിട്ടെന്ന് പറയണം. അത് കണ്ടുകൊണ്ട മീനാക്ഷി അങ്ങോട്ട് വരുന്നു. ഓഹോ, അപ്പം കെട്ടിയോൾക്ക് വേണ്ടി കെട്ടിയവന് സ്പെഷ്യലായിട്ട് ജ്യൂസ് ഒക്കെ എടുത്തോണ്ട് കൊടുക്കുന്നു. ക്ഷീണമാണെന്നും പറഞ്ഞിട്ട് കൊള്ളാം, തന്റെ കാര്യം ഇവിടെ ശ്രദ്ധിക്കാനായിട്ട് ഒരാളുണ്ട്, എവിടെയാന്ന് പോലും അറിയത്തില്ല. ആ സമയം മിത്ര പറഞ്ഞു, വേണ്ട ആര്യ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ക്ഷീണമൊന്നും ഇല്ലാന്ന് പറയാം. പിന്നെ ഇതിങ്ങനെ പറഞ്ഞ് നീ ഓടി നടക്കും, പിന്നീട് വൈകുന്നേരം കൈക്ക് വേനയാ കാലിന് വേനയാ അവിടെ വേദനയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴേ കരയുമ്പോൾ ഞാൻ വേണം കാണാനായിട്ടെന്ന് പറയാം. മിത്ര പെട്ടെന്ന് പറഞ്ഞു, നമ്മുടെ വീട്ടിലൊരു ചടങ്ങിന് നമ്മൾ വേണ്ടേ ആര്യ ഓടി നടക്കാനായിട്ട്, എല്ലാ കാര്യം നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പൊ പിന്നെ വേറെ ആരെങ്കിലും വരുമോ? അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ഒരു 2 ദിവസത്തേന് ഇച്ചിരി ഓട്ടം പാച്ചിലും കാണും, അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലോ. തന്നെ വിവാഹമല്ലേ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കേണ്ടതെന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെ, പക്ഷെ സ്വന്തം ശരീരം മറന്ന് ഓടി നടന്നിട്ട് കാര്യമില്ല, വീണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ തന്നെ വേണം ചുമക്കാനെന്ന് പറയണം. ഓ അതുകൊണ്ടല്ലേന്ന് ചോദിക്കാണ്, അല്ലാതെ എന്നോട് ഇഷ്ടമുണ്ടായിട്ടോണ്ടല്ല. അത് കേട്ടതും ആരിനൊന്നും മിണ്ടിയില്ല. മിത്രയ്ക്ക് മനസ്സിലായി ആന്യ തന്നോട് എത്രമാത്രം സ്നേഹമുണ്ട്, സ്നേഹം ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ അത്രമാത്രം കാര്യമായിട്ട് തന്നെ കൂടെ പിടിച്ച് കൊണ്ടു നടക്കണേ. അങ്ങനെ ആര്യൻ അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേനും മീനാക്ഷി നേരെ ആകാശിന്റെ അടുത്തേക്ക് ഇല്ലാണ്. അപ്പൊ ആകാശ് അവിടെ ഓരോ ജോലികൾ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം മീനാക്ഷി പറഞ്ഞു, എന്റെ കാര്യത്തിൽ എന്റെ ഭർത്താവിന് ഒരു ശ്രദ്ധയില്ലെന്ന് പറയണേ. ശ്രദ്ധയില്ലേ, പിന്നല്ലാതെ ഞാൻ എന്താ പറയണ്ടേ, ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇവിടെ മിത്രയുടെ കാര്യത്തിൽ ആര്യന് എന്തുമാത്രം ശ്രദ്ധയാണ്. ഇവിടെ ഞാൻ കഴിച്ചോ കുടിച്ചോ എന്ന് പോലും തിരക്കാൻ ആരും ഇല്ലെന്ന് പറയാം. ആകാശ് പറഞ്ഞു, ഇവിടെ ഇമാതിരി ജോലി എടുക്കുമ്പോ ഞാൻ പിന്നെ നിന്നോട് വന്ന് കൊഞ്ചാൻ പോവാണെന്ന് ചോദിക്കും. കൊഞ്ചണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്റെ കാര്യത്തിൽ ഇച്ചിരിയൊക്കെ ശ്രദ്ധ ചെലുത്തിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കണം. ഓ എന്റെ പൊന്നോ, ഇനിയും തുടങ്ങിയോ ഇവിടെ കിടന്ന് ഇനി വഴക്കുണ്ടാക്കാനാണ് നിൽക്കും. വഴക്കുണ്ടാക്കിയതില്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞെന്ന് പറയണം. ആയിക്കോട്ടെ, എന്ത് കാര്യമാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് നിൽക്കും, തൽക്കാലത്തേക്കൊന്നും വേണ്ട, ഞാനങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഇരുത്തി മൂടിയിട്ട് ആകാശം അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് കല്യാണത്തിനൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വന്നു തുടങ്ങി. ബാലനും ഗോമതി അവരെ ക്ഷണിച്ചിങ്ങനെ അകത്തേക്ക് അനയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വരുന്നവർ ചിലരൊക്കെ ഗോമതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ബാക്കി 2 മക്കളെയും കല്യാണം കഴിഞ്ഞല്ലോ, അത് ഞങ്ങളോട് ആരും വന്നതെന്ന് പറയായിരുന്നേന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഗോമതി പറഞ്ഞു, അതൊക്കെ പെട്ടെന്ന് നടത്തിയ കല്യാണമാണ്, ഇങ്ങനെ ഗംഭീരമായിട്ടൊന്നും നടത്താൻ പറ്റിയില്ല, അവരൊക്കെ സ്നേഹിച്ച് കെട്ടിയതുകൊണ്ടേ. പിന്നെ മിത്രനെ അറിയാലോ, എൻ്റെ ഏട്ടൻ്റെ മോളാണ് മിത്ര. പിന്നെ മീനാക്ഷി ആണെങ്കിലും തഹസിൽദാരുടെ ഒക്കെ മോളാ. മീനാക്ഷിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ പൊക്കി തന്നെയാ പറയണേ. ഈ സമയം ഒരാൾ പറഞ്ഞു, എത്രയാന്ന് പറഞ്ഞാൽ ഒളിച്ചോട്ട വിവാഹം ആയിരുന്നില്ലേന്ന് ചോദിക്കണം. അതുകൊണ്ട് എന്താ കുഴപ്പം? കോമതിക്ക് നല്ല ദേഷ്യം വന്നു. കാരണം ഓരോരുത്തർ വന്നു ഇങ്ങനെ ചൊറിയാൻ തന്നെയായിട്ട് വരും, വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, അതെന്താ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. പക്ഷെ കുറച്ചൊക്കെ അവരെ ഒഴിവാക്കി നിർത്താനായിട്ട് ഗോമതി ശ്രദ്ധിക്കുന്നത്. പിന്നീട് അങ്ങനെ മുഹൂർത്തത്തിനുള്ള സമയമായി കഴിഞ്ഞപ്പോഴത്തേനും ബാലനും ഗോമതിയും കൂടെ വന്നിട്ട് ആനന്ദിന്റെ അടുത്തേക്ക് വരുവാണ്. ആനന്ദിനെ ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ റെഡിയായെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഇനി ദക്ഷിണ കൊടുക്കുന്ന സമയമാണ്, ദക്ഷിണ കൊടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ദക്ഷിണ കൊടുക്കുക തുടങ്ങാന്ന് പറയണം. അങ്ങനെ ദക്ഷിണ കൊടുക്കാണ്ട് തുടങ്ങി. അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് ആനന്ദ് അങ്ങനെ മണ്ഡപത്തിലേക്ക് അങ്ങോട്ട് കയറാൻ പോവാണ്. ഈ സമയത്ത് അതുപോലെ തന്നെയായിരുന്നു ശ്രീദേവിയും ശ്രീകലയ്ക്ക് ഉദയഭാനും ഒക്കെ ദക്ഷിണയൊക്കെ കൊടുത്തു. ആ സമയം ശ്രീദേവിയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുമായിരുന്നു. പെട്ടെന്ന് ശ്രീകല പറഞ്ഞു, കരയല്ലേ മോളെ, നീ ഇങ്ങനെ സങ്കടപ്പെട്ടാണോ മണ്ഡപത്തിലേക്ക് കയറുന്നതെന്ന് ചോദിക്കാം. അമ്മയ്ക്കിത് പറയാം, എൻ്റെ നെഞ്ചിനകത്ത് തീയ, എൻ്റെ വിഷമം എനിക്കല്ലേ അറിയത്തുള്ളൂ. ഒരു പക്ഷേങ്കില് മരിക്കാനാണോ ജീവിക്കാനാണോ പോകുന്നതെന്ന് അറിയത്തില്ല. ഈ സത്യങ്ങളൊക്കെ അവരറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ മിക്കവാറും മീതി പോലും വെച്ചേക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. നീ ധൈര്യമായിട്ടിരിക്കുക, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തല കൈവച്ച് അനുഗ്രഹിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ഇനി നമ്മൾ കാണാൻ പോകുന്ന കല്യാണമേളമാണ്. നാളെയാണ് ഇനി ആ കല്യാണമൊക്കെ നടക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ആനന്ദ് ശ്രീദേവിയുടെ കഴുത്തി താലി അർത്തുവാണ്. ഈ സമയത്തിന് വല്ല പലിശക്കാരും വന്ന് കല്യാണം മുടക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.